അമേരിക്കയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി പത്രമായ ഗ്രീൻ കാർഡ് നേടാൻ അമേരിക്കൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന രീതിക്ക് ഇനി കടുത്ത നിയന്ത്രണം. വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രം ഗ്രീൻ കാർഡ് ലഭിക്കുമെന്ന് ആരും ഉറച്ചു വിശ്വസിക്കേണ്ടതില്ലെന്ന് പ്രമുഖ ഇമിഗ്രേഷൻ അറ്റോർണി ബ്രാൻ ബേൺസ്റ്റീൻ മുന്നറിയിപ്പ് നൽകി. കുടിയേറ്റ ആനുകൂല്യങ്ങൾ ലക്ഷ്യമിട്ട് മാത്രം നടത്തുന്ന വ്യാജ വിവാഹങ്ങൾ തടയാൻ ട്രംപ് ഭരണകൂടം പരിശോധനകൾ അതീവ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണിത്. വിവാഹത്തിനെ അടിസ്ഥാനമാക്കി ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലായിരിക്കും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോലി സംബന്ധമായ കാരണങ്ങളാലോ പഠനത്തിനായോ സാമ്പത്തിക പ്രതിസന്ധി മൂലമോ ദമ്പതികൾ മാറി താമസിക്കുകയാണെങ്കിൽ ആ കാരണങ്ങളൊന്നും ഇമിഗ്രേഷൻ വിഭാഗം മുഖവിലക്കെടുക്കില്ല. നിയമപരമായ വിവാഹം എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് പുതിയ കർശന നിലപാട്. ഒരുമിച്ചല്ലാതെ താമസിക്കുന്നത് വിവാഹ തട്ടിപ്പായി കണക്കാക്കി അപേക്ഷ നിരസിക്കാനും അപേക്ഷകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും സാധ്യതയുണ്ട്. വിവാഹം നിയമപരമാണോ എന്ന് മാത്രമല്ല, അത് ആത്മാർത്ഥമായ ബന്ധമാണോ അതോ രേഖകളിൽ മാത്രമാണോ എന്നും ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തും. ദമ്പതികളുടെ മൊത്തത്തിലുള്ള ജീവിത രീതി, അവർ തമ്മിലുള്ള വിശ്വാസ്യത, ബന്ധത്തിന്റെ ആഴം എന്നിവയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കപ്പെടും. കുടിയേറ്റ നിയമങ്ങളിലെ പഴുതുകൾ ഉപയോഗിച്ച് എളുപ്പവഴിയിലൂടെ പൗരത്വം നേടാനുള്ള ശ്രമങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ പൗരത്വം നേടാനുള്ള എളുപ്പവഴിയായി വിവാഹത്തെ കണ്ടിരുന്നവർക്ക് പുതിയ മാറ്റങ്ങൾ വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം US ഇമിഗ്രേഷൻ പാതകളിൽ വ്യാപകമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനിടെയാണ് വിവാഹാധിഷ്ഠിത ഗ്രീൻ കാർഡുകളോടുള്ള സമീപനം കൂടുതൽ കർശനമാക്കുന്നത്. ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക് നൽകുന്ന വർക്ക് പെർമിറ്റിന്റെ സാധുതാ കാലയളവ് അധികൃതർ കുറയ്ക്കുകയും ചില രാജ്യങ്ങളിൽ നിന്നുള്ള നിലവിലുള്ള സ്ഥിരതാമസക്കാരുടെ അവലോകനങ്ങൾക്ക് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. റാൻഡം സെലക്ഷൻ പ്രക്രിയയിലൂടെ മുൻപ് എല്ലാ വർഷവും 10,000-കണക്കിന് ഗ്രീൻ കാർഡുകൾ വാഗ്ദാനം ചെയ്തിരുന്ന ഡൈവേഴ്സിറ്റി വിസ ലോട്ടറിയും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ഇമിഗ്രേഷൻ പരിശോധനകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നടപടികളെന്ന് US ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിയമപരമായ വിവാഹം മാത്രം പോരാ, അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുൻപ് ദമ്പതികൾ നിയമപരമായ മാർഗനിർദ്ദേശം തേടണമെന്നും ഇമിഗ്രേഷൻ വിദഗ്ധർ ഉപദേശിക്കുന്നുണ്ട്. ബേൺസ്റ്റൈൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ ഒരിക്കൽ ഒരു വിവാഹം ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് പെട്ടെന്ന് വഞ്ചന അന്വേഷണങ്ങളിലേക്കും ആവർത്തിച്ചുള്ള അഭിമുഖങ്ങളിലേക്കും നയിച്ചേക്കാം. അപേക്ഷകരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥവും പങ്കിട്ടതുമായ ജീവിതം തെളിയിക്കുന്നത് ഗ്രീൻ കാർഡ് നേടിയെടുക്കാനുള്ള കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.